അപ്പോൾ കുറേ കാലത്തിന് ശേഷമാണ് ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നത്. ഈ വീഡിയോയിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് എങ്ങനെ എക്സ്പ്ലോഷൻ ഉണ്ടാക്കാൻ പോകുന്നത് പറയാൻ പോകുന്നത് എങ്ങനെ നമുക്ക് കോഡിംഗ് ഒന്നും ഇല്ലാതെ എക്സ്പ്ലോഷൻ ഉണ്ടാക്കാം. അതിൻ്റെ റിവ്യൂ ഒന്നും ഇപ്പോൾ കാണാം. കണ്ടോ, അത് എക്സ്പ്ലോഷൻ കണ്ടു. ഇതെങ്ങനെ നമുക്ക് എങ്ങനെ നിർമ്മിക്കാം വിത്തൗട്ട് കോഡിങ്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ് വെച്ച് തുടങ്ങാം. അപ്പോൾ ആദ്യം നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ക്യൂബ് എടുക്കാം. 3D ഒബ്ജക്റ്റ് പോയി ക്യൂബ് എടുത്തിട്ട് ക്യൂബ് എടുത്തതിന് ശേഷം ഒരു ഫ്ലോർ ഉണ്ടാക്കാം. ഫസ്റ്റ് ഫ്ലോർ ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾ ഈ 6 നെക്കിന് ശേഷം ഒന്ന് വലുതാക്കാം. ജസ്റ്റ് ഒന്ന് വലുതാക്കിയിട്ട് ഏകദേശം ഒരു ഫ്ലോർ ആക്കാം. ഫ്ലോർ ആയിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം. ഇനി നമുക്ക് ഈ ഫ്ലോറിനൊരു കളർ കൊടുക്കാം. ക്രിയേറ്റിൽ മെറ്റീരിയൽ ഫ്ലോർ ഒന്ന് അടിച്ചെടുക്കാം. റിനെയിം ചെയ്യുക ജസ്റ്റ് ഫ്ലോർ. ഇനി ഇവിടെ പോയിട്ട് നല്ലൊരു കളർ എടുക്കാം. ഞാൻ ഏകദേശം ഈ നേരത്തെ ഏകദേശം ആ കളറിന് എടുക്കാൻ പോകുന്നുണ്ട്. കളർ എടുത്തിട്ട് ഇവിടെ കൊടുക്കാം. ഏകദേശം ആ കളറായില്ല. എന്നിട്ട് നമ്മൾ ഇത് റീനെയിം ചെയ്യാം ഫ്ലോർ. ഇനി എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇനി അടുത്ത ക്യൂബ് എടുക്കാം. ക്യൂബ് എടുത്തതിന് ശേഷം അതിൻ്റെ കളറൊന്ന് കൊടുക്കാം. ക്രിയേറ്റിൽ മെറ്റീരിയലിൽ പോയിട്ട് ക്യൂബ് തന്നെ കൊടുക്കാം. ക്യൂബിൻ്റെ കളർ ഞാനൊരു ഡാർക്ക് കളറിലോട്ടാണ് പോകുന്നത്. അതെടുത്തിട്ട് ഇതിനോട് കൊടുക്കാം. അപ്പോൾ ഇവിടെ ക്യൂബ് ഉണ്ടായിട്ടുണ്ട്. ഒന്ന് സൂം ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് നോക്കാം. ക്യൂബ് ഇതാ W ആക്കിയിട്ട് അടിയിലോട്ടിടാം. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇതിന് റിജിഡ് ബോഡി എടുക്കാം. റിജിഡ് ബോഡി ആഡ് കോമ്പണൻസ് പോയിട്ട് റിജിഡ് ബോഡി എന്ന് വെച്ചാൽ അതിന് മാസും ഗ്രാവിറ്റി ഒക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് റിജിഡ് ബോഡി കൊടുക്കുന്നത്. ഇവിടെ പോയിട്ട് ആഡ് കോമ്പണൻസിൽ റിജിഡ് ബോഡി എന്ന് ടൈപ്പ് ചെയ്താൽ മതി. റിജിഡ് ബോഡി ഫസ്റ്റ് തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ അത് റിജിഡ് ബോഡി എടുത്തിട്ട് ദ യൂസ് ഗ്രാവിറ്റി, ഈ ഗ്രാവിറ്റി ക്ലിക്ക് ചെയ്യാം. ഇത് മാസ്, ഈ ബോഡിൻ്റെ മാസും കാര്യങ്ങളൊക്കെ ഇവിടെ ഡിഫൈൻ ചെയ്യാം. വെറുതെ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇത് നമ്മളെ ഇതിപ്പോൾ ഇങ്ങനെ ആയിരിക്കും പ്ലേ ചെയ്യുമ്പോൾ ഉണ്ടാവുക. എന്ന് വെച്ചാൽ നമ്മളെ ക്യാമറ ഏകദേശം എവിടെയൊക്കെ എടുക്കുന്നത് വെച്ചാൽ കുറച്ച് വിട്ടാണ് എടുക്കുന്നത്. നമുക്ക് ഏകദേശം സൈഡ് കാക്കാം, മുമ്പ് കാക്കാം. ഓക്കെ, അവിടെ നോട്ടെ. നമുക്ക് മാറ്റാം, ആവശ്യമുണ്ടാകുമ്പോൾ അതിനനുസരിച്ച് മാറ്റാം. ഈ ക്യൂബിൻ്റെ അടുത്ത് പോകാം. F അടിച്ചാൽ സൂം ചെയ്യാം. സൂം ചെയ്തിട്ട് സൈസ് ഒന്ന് കുറച്ച് ചെറുതാക്കാം. സൈസ് ഞാൻ ഈ നടുവത്തെ സാധനം പിടിച്ചിട്ട് ചെറുതാക്കിയാൽ ചെറുതാക്കാം. ഇങ്ങനെ ചെറുതാക്കാം. നല്ല ചെറുതാക്കിയതിന് ശേഷം ഏകദേശം ഇത്ര സൈസ് മതിയില്ല. വേണമെങ്കിൽ ഒന്നും കൂടി കുറച്ചുകൂടി ചെറുതാക്കാം. എത്രയും ചെറുതാക്കിയാൽ അത്രയും നിങ്ങൾക്ക് എക്സ്പ്ലോഷൻ്റെ എഫക്റ്റ് കിട്ടും. W നോക്കിയിട്ട് അടിയിലോട്ട് താത്താം. ഇനി എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മളിതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് കുറേ ക്യൂബുകൾ ഉണ്ടാക്കുന്നു. അപ്പോൾ ഇത് പിടിച്ചിട്ട് Ctrl D അമർത്താം. Ctrl D അമർത്തുമ്പോൾ അടുത്ത ക്യൂബ് ഉണ്ടായി. അതിൻ്റെ ഒപ്പം തന്നെ വെക്കാം. ഓവറായിട്ട് ടച്ച് ചെയ്യാൻ പാടില്ല, പക്ഷേ ഉള്ളിലേക്ക് കയറി പോകാൻ പാടില്ല. പക്ഷേ ചെറുതായിട്ട് കറക്റ്റ് ടച്ച് ചെയ്യുന്ന രീതിയിൽ വെക്കാം. അപ്പോൾ കറക്റ്റ് ടച്ച് ചെയ്യുന്ന രീതി വെച്ചിട്ടുണ്ട്. ഇനി ഇത് രണ്ടും സെലക്ട് ചെയ്യാം. വീണ്ടും Ctrl D എടുത്താൽ അടുത്തതൊന്നും ഇങ്ങനെ വെക്കാം. ഇനി എന്താ ചെയ്യേണ്ടത് വെച്ചാൽ 4 സെലക്ട് ചെയ്യാം. 4 ക്യൂബും സെലക്ട് ചെയ്തിട്ടുണ്ട്. ഈ Ctrl D അമർത്താം, ബാക്കിലോട്ട് വലിക്കാം. ഇനി എന്താ വെച്ചാൽ ഈ 4 എടുത്തിട്ട് വീണ്ടും Ctrl D അമർത്താം, സൈഡിലോട്ട് ജസ്റ്റ് ഒന്ന് വലിക്കാം. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇത് മൊത്തം സെലക്ട് ചെയ്യാം. ഇത് 2D വ്യൂ ആണ്, 2D വ്യൂ വേണ്ട, മൊത്തം സെലക്ട് ചെയ്യാം. ഫുള്ള് സെലക്ട് ചെയ്തിട്ട് Ctrl D വീണ്ടും അമർത്താം, പിന്നെ മുകളിലോട്ട് വന്നിക്കാം. കറക്റ്റ് സെറ്റ് അല്ലെങ്കിൽ ക്യൂബൊക്കെ അടിയിലോട്ട് വീഴും, അതാ പ്രശ്നം. ഇത് മൊത്തം സെലക്ട് ചെയ്യാം. ഒന്നും കൂടി ഫുൾ സെലക്ട് ചെയ്യാൻ ഇതിൽ നോക്കിയാൽ മതി. എന്നിട്ട് Ctrl D വീണ്ടും അമർത്താം, എന്നിട്ട് ജസ്റ്റ് മുകളിലോട്ട് വീണ്ടും പൊന്തിക്കുക. ഓക്കെ, ഇപ്പോൾ കറക്റ്റായിട്ട് നിന്നിട്ടുണ്ട്. ഇനി എന്താ ക്യൂബ് ഇനി എങ്ങനെ എക്സ്പ്ലോഷൻ, ഈ ക്യൂബ് നമ്മൾ എക്സ്പ്ലോഷൻ നടത്താൻ പോകും. ഇനി എങ്ങനെ ഈ ക്യൂബ് എക്സ്പ്ലോഷൻ എഫക്റ്റ് ഉണ്ടാക്കുകയെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ഈ ക്യൂബിനെ മൊത്തം ഈ ഒരു ഫോൾഡറിലോട്ട് ഇടുക. ഫസ്റ്റ് അത് ജസ്റ്റ് ഒരു സിംപ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് ആദ്യം കുറച്ചെടുക്കാം. ഇങ്ങനെ എടുത്തിട്ട് ഇതിനുള്ളിൽ ഇടാം, ഈ ക്യൂബിനുള്ളിൽ ഇടാം. അടുത്ത് സെലക്ട് ചെയ്യാം, ഈ ക്യൂബിനുള്ളിൽ ഇടാം. ജസ്റ്റ് ഒരു നീറ്റ്നെസ്സിന് വേണ്ടിയിട്ട് മാത്രം ചെയ്യുന്ന പരിപാടിയാണ്. ഉള്ളിലോട്ടിടാം. ഈ ക്യൂബ് മൊത്തത്തിനുള്ളിലോട്ടായി. ഈ ക്യൂബ് നിൽക്കിയത് മൊത്തം സെലക്ട് ആയി. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഒരു സ്ഫിയർ ഉണ്ടാക്കാം. സ്ഫിയർ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ സ്ഫിയർ ഉണ്ടാക്കിയതിൻ്റെ ശേഷം
നമ്മൾ ഈ സ്ഫിയറിനെ ക്യൂബിൻ്റെ ഉള്ളിലോട്ട് കൊണ്ടുവരാം. സ്ഫിയറിന് ആദ്യം റിജിഡ് ബോഡി അപ്ലൈ ചെയ്യാം. സ്ഫിയറിന് ആദ്യം റിജിഡ് ബോഡി കൊടുക്കാം, ഗ്രാവിറ്റി കൊടുക്കാം. എന്നിട്ട് ഇവിടെയാണ് ഇതിൻ്റെ ട്രിക്ക് വരുന്നത്. ഈ സ്ഫിയറിനെ ഇതിൻ്റെ ഉള്ളിലോട്ട് കൊണ്ടുപോയിട്ട് വലുതാക്കുക. സ്ഫിയറിൻ്റെ വലിപ്പം വലുതാക്കുക. ഏകദേശം ഈ ക്യൂബിൻ്റെ വലിപ്പത്തിലോട്ട് വരുത്തുക. ഈ വലിയ ക്യൂബിൻ്റെ വലിപ്പത്തിൻ്റെ രീതിയിൽ ഈ സ്ഫിയറിനെ വലുതാക്കി എടുക്കാം. ഓക്കെ, നമ്മൾ തട്ടുന്നില്ല എന്നുള്ളൊരു നിഗമനത്തിലോട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ എല്ലാ സെറ്റും ഓക്കെയാണ്. ഇനി എന്താ ചെയ്യേണ്ടത് വെച്ചാൽ മെഷറണ്ടർ ഇതാക്കാം. സ്ഫിയറിൻ്റെ മെഷറണ്ടറാണ് വെച്ചാൽ ഇപ്പോൾ ഈ സ്ഫിയർ ഇതാ ഇങ്ങോട്ട് വലിച്ചിട്ടുണ്ട്. മെഷറണ്ടർ ഓൺ ആക്കിയാൽ ഈ സ്ഫിയർ നമുക്ക് കാണാൻ പറ്റും. മെഷറണ്ടർ ഓഫ് ആക്കിയാൽ സ്ഫിയർ ഇൻവിസിബിൾ ആയി. സംഭവം സ്ഫിയർ അവിടെ ഉണ്ട്, പക്ഷെ നമുക്ക് കാണാൻ പറ്റില്ല. അതാണ് മെഷറണ്ടറിൻ്റെ പ്രത്യേകത. മെഷറണ്ടർ നമ്മൾ ഓൺ ആക്കിയിട്ട് ആദ്യം ഇതിനുള്ളിലോട്ട് വെക്കാം, ജസ്റ്റ് നമുക്ക് കാണാൻ വേണ്ടിയിട്ടാണ് കറക്റ്റ് നിന്നണമെന്നില്ല. പലരും ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി മെഷറണ്ടർ ഓഫ് ആക്കാം. അത് കാണുന്നില്ല, അത് എക്സ്പ്ലോർ ചെയ്യുമ്പോൾ ഈ സ്ഫിയർ അവിടെ കാണേണ്ട വെച്ചിട്ടാണ്. പിന്നെ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇപ്പോൾ സ്ഫിയറിന് ഗ്രാവിറ്റി ഉണ്ട്, എല്ലാ സംഭവം ഉണ്ട്. ഇവിടെ ഫുള്ള് ക്യൂബുകളല്ലേ, കുറേ വലിയ ക്യൂബാണ്. കുറേ ക്യൂബുകൾ ഇങ്ങനെ ഒരുമിച്ച് വെച്ച് വലിയ ക്യൂബാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ നമ്മൾ സ്ഫിയർ കൊണ്ട് വെക്കുകയാണ്. അപ്പോൾ സ്ഫിയർ ഇപ്പോൾ പ്രശ്നം ഉണ്ടാവില്ല, കാരണം ഇപ്പോൾ പ്ലേ ചെയ്യാത്തതുകൊണ്ട്. അപ്പോൾ പ്ലേ ചെയ്യുമ്പോൾ സ്ഫിയർ അവിടെ ഉണ്ടാവുകയാണ്. അപ്പോൾ ഈ ക്യൂബിൻ്റെ ഇടയിൽ വലിയ സ്ഫിയർ വരുമ്പോൾ മറ്റേ അടുത്തുള്ള ക്യൂബുകളൊക്കെ തെറിച്ച് പോവുകയാണ്. അതാണ് ഈ എക്സ്പ്ലോഷൻ എന്ന് പറയുന്നത്. ഈ പ്ലേ ചെയ്ത് നോക്കാം, കണ്ടോ അത് വെച്ചില്ലേ? ഇതാണ് നമ്മളെ എക്സ്പ്ലോഷൻ എഫക്റ്റ് എന്ന് പറയുന്നത്. നമുക്ക് ഈ ക്യാമറ വേണമെങ്കിൽ അടിപൊളിയാക്കിയിട്ട് ഒന്ന് കുറച്ചും കൂടി ഫ്രണ്ടിലോട്ട് ഇടാം, നമുക്ക് കുറച്ചും കൂടി നല്ല രീതി കാണല്ലോ. ഓക്കെ, നമുക്ക് കണ്ടോക്കാം. ഇതാണ് എക്സ്പ്ലോഷൻ എഫക്റ്റ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാം, പിന്നെ ഈ വീഡിയോ മറ്റുള്ളവർക്ക് എത്തിക്കാൻ വേണ്ടി ഷെയർ ചെയ്യാം. ഇതുവരേക്കും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഡൗട്ടുകളോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടാം, ഞാൻ എത്രയും പെട്ടെന്ന് റിപ്ലൈ ചെയ്യാൻ നോക്കാം. പിന്നെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും പുതിയ വീഡിയോസ്, ഇനി എന്തെങ്കിലും വേറെ കാര്യങ്ങൾ പഠിക്കണമെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിലിട്ടാൽ ഒരു പുതിയ വീഡിയോ അതിനെക്കുറിച്ച് ഉണ്ടാക്കാൻ ശ്രമിക്കാം. ഓക്കെ ഗായ്സ്, താങ്ക് യു.